ശ്രീ ജലീൽ പുനലൂർ, രാഹുലിന്റെ രാജിയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഉയർത്തുന്ന ചില ചോദ്യങ്ങളുണ്ട് ഇടതുപക്ഷത്തോട്. നിങ്ങൾ എന്ത് നടപടിയെടുത്തു? രാഹുൽ ആരോപണ വിധേയനായപ്പോൾ തന്നെ എല്ലാ ആർജവത്തോടും കൂടി കോൺഗ്രസ് ഒരു നിലപാട് സ്വീകരിച്ചില്ലേ? പിന്നെ കോൺഗ്രസിനെ എതിർക്കാൻ LDFന് എന്ത് അധികാരം? കാരണം ഇടതുപക്ഷം ഈ വിഷയങ്ങളിലൊക്കെ എന്ത് പൊതുസമൂഹത്തിന് സ്വീകാര്യമായ നടപടിയാണ് എടുത്തത് എന്നുള്ളൊരു മറു ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, കണക്കുകൾ നിരത്തുമ്പോൾ തുല്യം ഈ വിഷയത്തിൽ ഇങ്ങനെ മത്സരബുദ്ധിയോടുകൂടി പെരുമാറുന്ന രീതിയിലുള്ള ആശ്ചര്യം സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. നോക്കൂ, പ്രിയ സഹോദരിയുടെ വാദം കേട്ടാൽ ഏതോ വലിയ ധാർമ്മികമായ നടപടികൾ രാഹുലിന്റെ വിഷയത്തിൽ കോൺഗ്രസ് സ്വീകരിച്ചതായിട്ടാണ് കാണുന്നത്. ഇതിപ്പോൾ ഒരു ധാർമ്മിക വശവുമല്ല. ഇത് അരിയാഹാരം കഴിക്കുന്ന എല്ലാ മലയാളികൾക്കും കൃത്യമായി ബോധ്യമുള്ളതാണ്. നിലവിൽ കോൺഗ്രസിൽ ഉണ്ടായിട്ടുള്ള VD സതീശനും വിരുദ്ധരുമായിട്ടുള്ള KC വേണുഗോപാലും KC വിരുദ്ധരുമായിട്ടുള്ള ഒരു പൊട്ടിത്തെറിയുടെയും ഗ്രൂപ്പിസത്തിന്റെയും ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു രാജി ആവശ്യം എന്നുള്ളതിൽ കവിഞ്ഞ് ഇതിൽ കോൺഗ്രസിന് എന്ത് ധാർമ്മികമായ അവകാശമാണ് ഇത്തരത്തിൽ അവകാശപ്പെടാനുള്ളത്? ഒന്നുമില്ല. അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇന്ന് രണ്ടാമത്തെ പ്രാവശ്യമാണ് ലോക്സഭയിൽ എത്തിയത് കൈപ്പത്തി ചിഹ്നത്തിൽ. അതുപോലെ തന്നെ കോൺഗ്രസിനെ നയിക്കുന്ന, ഒരുപക്ഷെ ഇന്ന് കോൺഗ്രസിനേക്കാൾ പ്രബലമായ അടുത്ത പ്രതിപക്ഷ നേതാവ് ഒരുപക്ഷെ ഏറ്റെടുക്കാൻ സാധ്യതയുള്ള കോൺഗ്രസിന്റെ തന്നെ ഇന്നത്തെ ഏറ്റവും വലിയ വലങ്കയായ മുസ്ലിം ലീഗിന്റെ ഏറ്റവും സമുന്നതനായ നേതാവ്, ഈ എല്ലാ കാലത്തും തിരുവായ്ക്കെതിർവായില്ലാത്ത കാലത്ത് കുഞ്ഞാലിക്കുട്ടിക്കെതിരായിട്ടുള്ള കേസ് ഈ നിലയിൽ എത്തിക്കുന്നതിൽ കോൺഗ്രസിന് എന്തായിരുന്നു പങ്കെന്നുള്ളത് ധാർമ്മികതയെ കുറിച്ച് സംസാരിക്കുന്ന സഹോദരിമാരൊന്ന് മനസ്സിലാക്കണം. കേമലത കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് പറഞ്ഞ സഹോദരിക്ക് ഞാനൊന്ന് പറയട്ടെ. 1997 ശേഷം 2001 ആന്റണി സർക്കാരിന്റെ കാലത്ത് PK കുഞ്ഞാലിക്കുട്ടിക്ക് എതിരായിട്ടുള്ള നിരവധി കമ്മീഷൻ റിപ്പോർട്ടുകൾ ഇവിടെ വന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒരു റിപ്പോർട്ടിൽ ഒരു നടപടി എടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? എന്ന് മാത്രമല്ല, 2004 ഒരു ഇരയല്ല, ഒരു കൂട്ടം ഇരകൾ പേരെടുത്തു പറഞ്ഞു. ഇവിടെ രാഹുലിന്റെ വിഷയത്തിൽ അവിടെ ഇരിക്കട്ടെ, ഇപ്പൊ രാഹുലിന്റെ വിഷയത്തിൽ ന്യായീകരിക്കാൻ നിൽക്കുന്ന കോൺഗ്രസ്സുകാർ ഇതിനുകൂടി മറുപടി പറയണം. ഒരു കൂട്ടം ഇരകൾ ഭരണവും മതവും രാഷ്ട്രീയവും മാഫിയകളെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഒരു കേരളം കണ്ട ഏറ്റവും വലിയ പെൺവാണിഭ കേസിലെ പ്രതിയെ രക്ഷിക്കുവാൻ ഇറങ്ങിയപ്പോൾ അതിന് ഒത്താശ ചെയ്തവരാണ് ഇവിടുത്തെ കോൺഗ്രസ്. അന്ന് ഇവിടെ പറഞ്ഞെന്തോന്നറിയാവോ? ഇത് പ്രവാചകന്മാർ നേരിട്ട പരീക്ഷണമാണ് ഞാൻ നേരിടുന്നെന്ന് പറഞ്ഞ ഒരു വ്യവസായ മന്ത്രിയായിരുന്നു അന്ന് കേരളം ഭരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു പ്രവാചകനും ഇവിടെ പരീക്ഷണങ്ങൾ നേരിട്ടിട്ടില്ലെന്നും ഇതൊക്കെ ചില അധമന്മാരുടെ പ്രവൃത്തികളാണെന്നും MLA സ്ഥാനം രാജിവെച്ച് പുറത്തു പോകണമെന്നും പറയാൻ നട്ടലുള്ള ഒരു കോൺഗ്രസ്സുകാരനെ ഞങ്ങളന്ന് കണ്ടിട്ടില്ല. അത്തരത്തിൽ ഉള്ള ഒരു കാലത്താണ് PJ ജോസഫിനെയും നീലലോഹിതദാസൻ നാടാരെയും മന്ത്രിസ്ഥാനം തെറിപ്പിച്ച മുന്നണിയാണ് ഇടതുപക്ഷം. പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ PK ശശിയുടെ വിഷയത്തിൽ ആരാ ന്യായീകരിച്ചത്? ഒരു കാലത്ത് CPM-ന്റെ തലതൊട്ടപ്പനായ PK ശശി പാർട്ടി നടപടികളുടെ പേരിൽ ഇന്ന് എവിടെ എത്തി? ഇന്നൊരു സാധാ പാർട്ടി മെമ്പറായി നിൽക്കുക. P ശശി ഇത്ര കാലം എവിടായിരുന്നു? P ശശിയെ പോലെയുള്ള ഏറ്റവും വലിയ ഒരു സീനിയർ സംസ്ഥാന സമിതി അംഗമായിരുന്ന ഒരു നേതാവിനെതിരെ ഒരു കൂട്ടം യുവതികളല്ല, ഒരു യുവതി ഒരു പരാതി പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ രാഷ്ട്രീയ വനവാസത്തിന് അയച്ച മുന്നണിയാണ് ഇടതുപക്ഷം, പാർട്ടിയാണ് CPM. പിന്നെ താങ്കൾ പറഞ്ഞ ശശീന്ദ്രന്റെ കഥ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കേരളീയ രാഷ്ട്രീയ ചരിത്രത്തിൽ സ്ത്രീ വിരുദ്ധ നിലപാട് സ്വീകരിച്ച ആഭാസന്മാർക്കെതിരായിട്ട് കൃത്യമായ നിലപാട് സ്വീകരിച്ച ഒരു മുന്നണിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. കാര്യം കൂടി ശ്രീ ജലീൽ പുനലൂർ, AK ശശീന്ദ്രൻ രണ്ടാം മന്ത്രി, പിണറായി സർക്കാരിന്റെ രണ്ടാം മന്ത്രിസഭയിലെ മന്ത്രിയാണ്. മുകേഷ് ഈ ആരോപണങ്ങളൊക്കെ നേരിട്ടിട്ടും MLA സ്ഥാനം രാജിവെക്കാതെ തൽസ്ഥാനത്ത് തന്നെ തുടരുന്നുണ്ട്. P ശശി പൊളിറ്റിക്കൽ സെക്രട്ടറിയായി സർവ്വവിധ അധികാരവും ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാനത്ത് ഇങ്ങനെ വിലസുന്നുണ്ട്. അത് പോലീസ്, ആഭ്യന്തര വകുപ്പിൽ ഉൾപ്പെടെ ഏത് രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനം എന്നുള്ളത് കഴിഞ്ഞ കുറെ നാളുകളായി പുറത്തു വരുന്ന വാർത്തയാണ്. PK ശശിയുടെ കാര്യത്തിൽ സ്ഥാനമാറ്റം സംഭവിച്ചു എന്നൊക്കെ പറയുമ്പോഴും കഴിഞ്ഞ CPM-ന്റെ പല കമ്മിറ്റികളിലും സ്ഥാനമാറ്റത്തിലുപരി അദ്ദേഹം അവിടെ എല്ലാം പങ്കെടുത്തു എന്നുള്ളതുമൊക്കെ വാർത്തയായ ചരിത്രവുമാണ്. എന്തായാലും അവരൊക്കെ അത് അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. താങ്കളിലേക്ക് എത്താം.